പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാനുള്ള തന്റെ ഇടം LDF-ലെ ഘടകകക്ഷികൾക്ക് വേണമെന്ന മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ C. ദിവാകരൻ. താൻ ഇടതുമുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും ദിവാകരൻ ജനൻ TV-ലെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലെ അമർഷം കൂടിയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചതെന്നും C. ദിവാകരൻ കൂട്ടിച്ചേർത്തു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 സംപ്രേഷണം ചെയ്യും. ജനങ്ങളുടെ ഒരു സൂചനയാണ്. ജനങ്ങൾ ആരുടെയും അധീനതയിലല്ല, അവർ സ്വതന്ത്രമായി ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട്. വേണമെങ്കിൽ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിന് ചില നടപടിക്രമങ്ങൾക്ക് ആളുകൾക്ക് ഒരു അമർഷം തോന്നി എന്ന് വേണമെങ്കിൽ പറയാം, ന്യായമായിട്ട് പറയാം. അവസരം കിട്ടിയപ്പോൾ പ്രതികരിച്ചിരിക്കാം. ഞാൻ ദീർഘനാളെ LDF-ൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വെളിയം ഭാർഗവൻ ഇസ്മായിലൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത്. വെളിയം ഭാർഗവനോട് പറഞ്ഞ, എടാ എനിക്ക് അവന്മാരെ കൂടെ കിടന്ന് വഴക്കടിക്കാനൊന്നും വയ്യ, നീ വിജയം വല്ലം പറഞ്ഞേ നീ അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ അദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ കാര്യം പറയുമ്പോഴും ഞാൻ പറയും, പിണറായി, നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല, ഇത് മടക്കി കൊണ്ടുപോയത് പിന്നീട് നോക്കാതെ. ഓരോ കാര്യങ്ങളും അദ്ദേഹം അത് പരിശോധിക്കും, ഞാൻ വളരെ ശ്രദ്ധിക്കും. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. അതിന് അദ്ദേഹത്തെ കുറ്റം പറയരുത്. എല്ലാം ശരിയാണ്, പക്ഷെ ഉള്ളിൽ പക വെക്കുകയും ചെയ്യും. ഉണ്ടാവാം, പക വെച്ചിരുന്നാക്കി ഉള്ളിൽ പക വെക്കുകയും ചെയ്യും, തരേണ്ട സമയത്ത് തരികയും ചെയ്യും. അത് ചില ആളുകൾ പ്രചരിപ്പിച്ച് മന്ത്രിസഭയിൽ രണ്ടാമത് ഞാൻ വരാത്തത് വരാൻ സമ്മതിക്കില്ല, പിണറായി വിജയനാണ് സമ്മതിക്കാത്തത് എന്ന് പറഞ്ഞ ആളുണ്ട്. അതിലൊന്നും ഒരർത്ഥമുള്ളതല്ല. പിണറായി വിജയൻ ഈ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? നേതൃത്വ സ്ഥാനത്തുണ്ട് ഒരാളിൻ്റെ നേതൃത്വമൊന്നും അല്ല, കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ. പക്ഷെ അങ്ങനെയല്ലല്ലോ കേരളത്തിൽ. എൻ്റെ അടുത്ത് തർക്കിക്കരുത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ പിണറായി പറയുന്നിടത്താണ്, ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് പിണറായി പറയുന്നിടത്താണ്, പിണറായി വിചാരിക്കുന്നിടത്താണ് ഭരണം.